5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. മറ്റൊരു നിരാശാജനകമായ ഖേദകരമായ വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് റിപ്പോർട്ട് ചെയ്യുന്നതിൽ കുറച്ച് വിഷമമുണ്ട്. കാരണം കോടിക്കണക്കിന് രൂപയാണ്, ഏകദേശം 10-40 കോടി രൂപയാണ് ജനങ്ങൾക്ക് നമ്മുടെ സ്വാശ്രയ മേഖലയിലെ മാനേജ്മെൻറ്റിന് നഷ്ടം വരുന്നത്. 50,000 സീറ്റുകളാണ് ഇപ്പോൾ കുറഞ്ഞിട്ടുള്ളത്. 175 കോളേജുകളിൽ നിന്ന് 142 ടെക്നിക്കൽ കോളേജുകൾ 175 നിന്ന് 142 പോയി കഴിഞ്ഞു. അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റിയിൽ 1493 കോളേജുകളിൽ 983 സ്വാശ്രയ കോളേജുകളാണ്. സ്വാശ്രയ കോളേജുകളിൽ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ അവർക്ക് പല പ്രശ്നങ്ങളാണ്. അവരുടെ കോഴ്സുകൾ നിർത്തേണ്ടി വരുന്നു. കോഴ്സുകളിൽ തന്നെ കുട്ടികളുടെ എണ്ണം കുറയുന്നു. അതിനനുസരിച്ച് അധ്യാപകർക്ക് അവർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയില്ല. ഇപ്പം ലീവ് മാസം കഴിഞ്ഞ് 2 മാസം ലീവ് മാസം കഴിഞ്ഞതാണ്. അതായത് കോളേജ് അടച്ചിട്ടിരിക്കുന്ന സമയമാണ്. അവർക്ക് പലർക്കും ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ധാരാളം ജോലി ചെയ്യുന്ന മേഖലയാണ് സ്വാശ്രയ മാനേജ്മെൻറ്റും സെൽഫ് ഫിനാൻസിനും. അവർക്ക് ലോൺ എടുക്കുന്ന പ്രശ്നങ്ങളുണ്ട്, വീട് വെച്ചവരുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റുകളിൽ ജീവിക്കുന്നവരാണ്. തങ്ങൾക്ക് വളരെ നാമമാത്രമായ ശമ്പളമാണ് കിട്ടുന്നത്, വലിയ ശമ്പളവുമല്ല കിട്ടുന്നത്. അപ്പോൾ കിട്ടുന്ന ശമ്പളത്തെ അവർ ഓരോ മാസവും 5-ാം തീയതിക്കകത്ത് ശമ്പളം കിട്ടുകയും ആ ശമ്പളത്തെ ഒരുപാട് തരത്തിൽ ലോണിൻ്റെയും മറ്റൊരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയും ചെയ്യേണ്ടുന്നവർക്ക് ശമ്പളം കൃത്യമായിട്ട് കൊടുക്കാൻ മാനേജ്മെൻറ്റുകൾ കഴിയുന്നില്ല. മനഃപൂർവ്വമാണെന്ന് പറയുന്നില്ല, കാരണം അവർക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടല്ലോ. അതുപോലെ തന്നെ കുട്ടികളുടെ എണ്ണത്തിലെ കുറവ് വളരെ വലുതാണ്. 2 ലക്ഷത്തിൽ അധികം വരുന്ന കുട്ടികൾ പുറത്തേക്ക് പോകുന്നു, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു. നമ്മുടെ സംസ്ഥാനത്ത് കുട്ടികളെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികളെ ആകർഷിക്കുവാനുള്ള യാതൊരു പ്രവർത്തനവും നടക്കുന്നില്ല. ഇന്ത്യയിലെ ലോകത്തിലെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ കാലാവസ്ഥയുള്ള ഭൂപ്രകൃതിയുള്ള മഴയുടെയൊക്കെ സ്വന്തം നാടായിട്ടുള്ള എത്രയും മനോഹരമായിട്ടുള്ള യുദ്ധമില്ലാത്ത, സംഘർഷമില്ലാത്ത, മതവൈര്യമില്ലാത്ത തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ വളരെ കുറച്ച് മാത്രം നടക്കുന്ന, ഇല്ലെന്ന് തന്നെ പറയാവുന്ന ഈ സംസ്ഥാനത്ത് മനോഹരമായ രീതിയിൽ കോളേജുകൾ പ്രവർത്തിക്കേണ്ടതാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ കോളേജുകളെല്ലാം അടച്ചു പൂട്ടുന്ന സ്ഥിതിയിലേക്കാണ്. ഇതിലൂടെ വരുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഫസർമാരും ലെക്ചർമാരും അതുപോലെ തന്നെ ആളുകൾ പൊറോട്ട അടിക്കാനും തട്ടുകടയിൽ നിൽക്കാനും സ്വിഗ്ഗിയിലും അതുപോലെ തന്നെ മറ്റ് സൊമാറ്റോയിലും ഒക്കെ പോയി ജോലി ചെയ്യേണ്ട ഒരു ഗതികേട് വരുന്നു. സ്ഥാപനങ്ങൾ പൂട്ടുന്നു. പല എഞ്ചിനീയറിംഗ് കോളേജുകളിലും കുട്ടികളില്ലാതെ വരുന്നു. ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ കുട്ടികളില്ലാതെ വരുന്നു. ബികോമും മാനേജ്മെൻറ്റും MBA ഒക്കെ തുടങ്ങി പലരും വൈവിധ്യവൽക്കരണം നടത്തുമ്പോൾ തന്നെ നിരവധി കോളേജുകളാണ് കോടിക്കണക്കിന് രൂപ മുടക്കി കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ടിട്ട് അത് നഷ്ടത്തിലേക്ക് പോയി അവർക്ക് നടത്താൻ കഴിയാത്ത സാഹചര്യമുണ്ടായി സ്മാരകമായി, നിത്യസ്മാരകമായി നിൽക്കുന്നത്. ഒരുതരം വല്ലാത്ത ഗതികേടിലേക്കാണ് ഉന്നത വിദ്യാഭ്യാസ രംഗം പോകുന്നത്. ആരാണിത് ചർച്ച ചെയ്യുക? നമ്മൾക്ക് മാനേജ്മെൻറ്റ് കോളേജുകളോടും സെൽഫ് ഫിനാൻസിങ് കോളേജുകളോടും അൺഎയ്ഡഡ് മേഖലയോടും ഒക്കെ ഒരുതരം അസ്പൃശ്യതയാണ്. എങ്കിൽ പിന്നെ എന്തിനാണ് അവർക്ക് യൂണിവേഴ്സിറ്റികൾ അനുവാദം കൊടുക്കുന്നത്? അനുവാദം കൊടുക്കുകയും അവരോട് നടത്താൻ പറയുകയും നടത്താനുള്ള മറ്റ് സാഹചര്യങ്ങൾ ഇല്ലാതെ വരുകയും ചെയ്യുമ്പോൾ എല്ലാവരും ട്രാപ്പിലാവുകയാണ് ചെയ്യുന്നത്. വളരെ കഷ്ടമാണ് നമ്മുടെ നാട്ടിലെ കാര്യം. ഇപ്പോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലൊക്കെ കുട്ടികളൊന്നും തന്നെ താല്പര്യമില്ല. അവർക്ക് ആർട്സ് സബ്ജക്റ്റുകളോടൊക്കെ താല്പര്യമില്ല. അവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തോട് താല്പര്യമില്ല. താല്പര്യമുള്ളവർ പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നവർ തിരിച്ചു വരുന്നില്ല. ഇനിയിപ്പോൾ വിദ്യാഭ്യാസത്തോടൊപ്പം ജോലിയും കൂടെ ചെയ്യാമെന്ന് വന്നു കഴിഞ്ഞാൽ വരുമാനമാണ് ഏറ്റവും പ്രധാനമെന്നുള്ള നിലയിൽ മറ്റൊരു കാര്യം കൂടി കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ന്യൂജനെ സംബന്ധിച്ചിടത്തോളം അവരേത് ജോലി ചെയ്യാനും തയ്യാറാണ്. അവർ സ്വിഗ്ഗിയിൽ ജോലി ചെയ്യാൻ തയ്യാറാണ്, സൊമാറ്റോയിൽ ജോലി ചെയ്യാൻ തയ്യാറാണ്, അവർ ഇറച്ചിക്കടയിൽ നിൽക്കാൻ തയ്യാറാണ്, ഏത് കാര്യം ചെയ്യാനും അവർ തയ്യാറാണ്. പണ്ട് കാലത്ത് അങ്ങനെ ഇല്ലായിരുന്നു. ചില ജോലികളൊന്നും കുട്ടികൾ ചെയ്യില്ലായിരുന്നു, അല്ലെങ്കിൽ കുട്ടികൾ ജോലിക്കേ പോകില്ലായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറി കുട്ടികൾ ജോലിക്ക് പോകാൻ തുടങ്ങി. ജോലിയോടൊപ്പം പഠിത്തം എന്നുള്ളതായി, പഠിത്തത്തോടൊപ്പം ജോലി എന്നത് മാറി ചെറിയ ജോലിയോടൊപ്പം പഠിത്തം എന്നുള്ള രീതിയിൽ പഠിത്തത്തിന് 2ാം സ്ഥാനത്തേക്ക് മാറി. അപ്പോൾ ഒരു വശത്ത് കുട്ടികളുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റമുണ്ടായി, രക്ഷിതാക്കളുടെ ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസമുണ്ടായി, യൂണിവേഴ്സിറ്റികളുടെ സമീപനങ്ങളിൽ വ്യത്യാസമുണ്ടാകുന്നു. ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ വ്യാപകമായി അടച്ചുപൂട്ടേണ്ടി വരുന്നു. സ്വാശ്രയ കോളേജുകളാണ് കൂടുതലും പൂട്ടേണ്ടി വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ 50,000-ലധികം വരുന്ന സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നു. നമ്മുടെ പ്രൊഫസർമാരൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബെറോട്ട അടിക്കാനും തട്ടുകടയിൽ നിൽക്കാനും ഒക്കെ പോകുന്ന വളരെ വികലമായ കാഴ്ചപ്പാടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചില കോളേജുകളിൽ നമ്മുടെ ഈ അവധിക്കാലത്ത്, വെക്കേഷൻ കാലത്ത് ശമ്പളം കൊടുക്കാതെ വന്നപ്പോൾ പുരുഷന്മാരായിട്ടുള്ള അധ്യാപകരൊക്കെ പോയി മറ്റ് ജോലിക്ക് പോവുകയാണ്. അവരുടെ ജോലിക്ക് ചെല്ലുന്നിടത്ത് അവരുടെ ഡിഗ്രിയോ PhD ഒന്നും പറയുന്നില്ല. അല്ലാതെ മറ്റ് ജോലി, അണ്ടർ എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു ശാപം പോലെ കിടപ്പുണ്ട്. എന്നിട്ടും ഇതിനൊന്നും ഒരു പരിഹാരം ഉണ്ടാക്കുന്നതിന് ആർക്കും കഴിയുന്നില്ല. ഒരു ഗവൺമെൻറ്റിനും ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇങ്ങനെ തുടരുകയാണ്. ഇല്ലാത്ത പെരുമ പറഞ്ഞ് നമ്മൾ വലിയവരാണ്, ഒന്നാമതാണ്, ഞങ്ങളെ കണ്ടു പഠിക്കൂ എന്ന് പറഞ്ഞ് അകത്ത് അഗ്നിപർവ്വതം പോലെ പുകയുന്ന ഇത്തരം സംവിധാനങ്ങളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ആരാണ് ഇനി രക്ഷിക്കുക? എന്താണ് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? യാതൊരു പിടിയും ആർക്കുമില്ല. ഒരലകും പിടിയുമില്ലാത്ത രീതിയിലാണ് ഉന്നത വിദ്യാഭ്യാസം പോകുന്നത്. നമുക്ക്
അതിനെ സംബന്ധിച്ചുള്ള യാതൊരു ധാരണയുമില്ല. യൂണിവേഴ്സിറ്റികൾക്ക് VC-മാരില്ല, യൂണിവേഴ്സിറ്റികൾക്ക് മറ്റു ചില യൂണിവേഴ്സിറ്റി ഉള്ളത് തന്നെ താൽക്കാലികം. നിരവധി കേസുകളാണ് കോടതിയിൽ കിടക്കുന്നത്, സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലുമായിട്ട് എത്രയെത്ര കേസുകളാണ് ഗവർണറും മുഖ്യമന്ത്രിയും യൂണിവേഴ്സിറ്റികളുമായിട്ട് ചേർന്ന് നടക്കുന്നത്. എന്തൊരു ഗതികേടാണ്. എന്തായാലും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗം കല്ലിലടിച്ച പൂക്കൊല പോലെ ചിതറി കിടക്കുകയാണ്. എന്നാണ്, ആരാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് ഇതിനെ രക്ഷിച്ചെടുക്കുക എന്ന് സാക്ഷാൽ ദൈവം തമ്പുരാന് പോലും അറിയാത്ത നിലയിലേക്കാണ് സാഹചര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്.